ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ പാല് തിളച്ച് അതിന്റെ വഴിക്ക് അങ്ങ് പോകുന്നേ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അടുപ്പിന്റെ മുട്ടിന്ന് മാറത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദാ അവിടെ തന്നെ നിപ്പോണ്ട്. പിള്ളേർക്കുള്ള പാലുകാച്ചലൊക്കെ കഴിഞ്ഞു, ഇനി വലിയവർക്കുള്ള ചായ ഇടലാണ് എന്റെ ടാസ്ക്. ചായപത്രം ചെറുതായിട്ടൊന്ന് കരിഞ്ഞോന്നൊരു സംശയം. എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് ഒരു സൈഡാക്കിയതിനു ശേഷം ഞാൻ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഫ്രൂട്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സീതാഫൽ. കടയിൽ നിന്ന് കഴിച്ചുകൊണ്ടെന്ന് അപ്പം തന്നെ അത് തിന്ന് തീർക്കുക എന്നുള്ള പരിപാടിയാണ് എനിക്കുള്ളത്. പക്ഷെ ഇന്ന് എന്തോ ഒരെണ്ണം ബാക്കി വന്നു. ഇത് വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ അത് ഇത്രയുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഞാൻ അങ്ങ് മിൽക്ക് ഷേക്ക് അങ്ങ് ഉണ്ടാക്കി. ആദ്യം അതിനകത്തുള്ള കുരു എടുത്ത് കളയാനായിരുന്നു എന്റെ ഏറ്റവും വലിയ ടാസ്ക്. എന്റെ പൊന്ന്, വീട്ടിൽ ചോപ്പർ ഉണ്ടായിരുന്നോണ്ട് എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടി. അതിനകത്തിട്ട് 2 അടി. ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ എന്ന് പറയുന്ന പോലെ ഓരോരോ അരിമണികൾ ഞാൻ പറക്കി എടുത്ത് കളഞ്ഞു. അരികളെല്ലാം പോയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തന്നെ എടുത്ത് വായിലിട്ടാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എന്തിനിത്ര മെനക്കിടുന്നേ. പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് മിക്സിയിലിട്ട് കറക്കിങ് എടുത്തു.